നമ്മളും ദൈവത്തെ സ്നേഹിക്കാത്ത മറ്റുള്ളവരുമായി സംബന്ധിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടതകളേറെയാണ്, പ്രതികൂലങ്ങളേറെയാണ്, പ്രതിസന്ധികളേറെയാണ്. സ്നേഹിക്കുന്നവർ പോലും തള്ളുന്ന അവസ്ഥ, കരുതിയവർ പോലും തള്ളുന്ന അവസ്ഥ, ഉപേക്ഷിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാകും. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം നല്ല രീതിയിലാണ്. നല്ല ഉയർച്ചകൾ, നല്ല പദവികൾ, നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവം സ്നേഹിക്കുന്നവനെ ദൈവം ഉയർത്തുന്ന ഒരു കാലഘട്ടം അവൻ്റെ മുമ്പിലുണ്ട്. അവനെ മാനിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അവനെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അവനെല്ലാവരും മാനിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അവനെല്ലാവരും കരുതുന്ന ഒരു കാലഘട്ടമുണ്ട്, അവനെല്ലാവരും അവൻ്റെ പേര് എല്ലാവർക്കും ഓർമ്മയിരിക്കുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം അവൻ്റെ ലൈഫിനെ മാറ്റിമറിക്കുന്നതാണ്. പലപ്പോഴും ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. എങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ദൈവം ഒരു വഴി തുറന്നു വച്ചിട്ടുണ്ട്, ദൈവം ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രതികൂലങ്ങളും, ഇന്നത്തെ കഷ്ടതകളും, ഇന്നത്തെ ബുദ്ധിമുട്ടുകളും, ഇന്നത്തെ രോഗങ്ങളും, ഇന്നത്തെ ഒറ്റപ്പെടലും തള്ളപ്പെടലും ഒക്കെ നമ്മുടെ ലൈഫ് ആ പകുതി വഴി വെച്ച് തകർന്നു പോകാനുള്ള ഒരു പാതയല്ല. അത് നിന്നെ ദിനം തോറും നടത്താൻ വേണ്ടി നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ വഴി നടത്തുന്ന ഒരു വഴി അത്രയാണ്. ഈ കഷ്ടതകളിൽ, പ്രതികൂലങ്ങളൊക്കെ എല്ലാം ദൈവത്തെ സ്നേഹിക്കുക, ആഴമായി സ്നേഹിക്കുക, വിശ്വാസത്തോടെ സ്നേഹിക്കുക, അവനെ ആഴമായി തിരിച്ചറിഞ്ഞ് ഇനിയും അവനെ വെളിപ്പെടുത്തി കാണിക്കുക, അവനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ലൈഫിനകത്ത് ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വഴികൾ നമുക്ക് തുറന്നു വരും. ആമേൻ.